മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന മൂന്നാം നാൾ പിണറായി വിജയൻ മൗനം വെടിഞ്ഞിരിക്കുകയാണ്. അതായത് തോൽവിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ CMA എന്ന് കണ്ണൂർ വിമാനത്താവളത്തിലും കൂടാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയപ്പോഴും, അതായത് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് നേരെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം കയറുന്നു. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം വിമാനം ഇറങ്ങി പുറത്തേക്ക് വന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചതാണ് CMA എന്തെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തോൽവിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചായിരുന്നു CPMന്റെ അതായത് CPMന്റെ AKG സെന്ററിൽ നിന്ന് അയച്ച കാറിൽ കയറി അദ്ദേഹം പോയത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു മിണ്ടാട്ടം ഉണ്ടായിരിക്കുകയാണ്. അതായത് അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഒരു കുറിപ്പ് ഇപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഒരു പ്രതികരണം വന്നത്. മൂന്നാം വട്ടം തുടർ വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല എന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവകരമാണ് എന്നാണ് പിണറായി പറയുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 3 സീറ്റ് എങ്ങനെ നേടി അതും പരിശോധിക്കുമെന്ന് പിണറായി പറയുന്നുണ്ട്. പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർപ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നുവെന്നാണ് പിണറായി കുറിച്ചിട്ടുള്ളത്. മൂന്നാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ഞങ്ങൾക്കത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഒരു പുതിയ തുടക്കമാണെന്നാണ് പിണറായി പറയുന്നത്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പിണറായി ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് പിണറായി പറയുന്നത്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ടു പോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്നാണ് പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ജനങ്ങൾക്ക് ഈ സർക്കാർ വേണ്ട എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. കാരണം എക്സിറ്റ് പോൾ പുറത്തു വന്നപ്പോൾ 9 എക്സിറ്റ് പോളാണ് ഏകദേശം പുറത്തു വന്നത്. ഇതിലെല്ലാം പറഞ്ഞൊരു പ്രധാന കാര്യം, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM ഒരു 68 അല്ലെങ്കിൽ ഒരു 70-75 സീറ്റുകൾ വരെ നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. അപ്പോഴും CPMന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത്രയും സീറ്റുകളൊക്കെ നേടുമെന്ന്. പക്ഷേ അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് 35 അല്ലെങ്കിൽ 36 സീറ്റിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങിയത്. ഇപ്പോൾ ഒരു 70 സീറ്റ് അല്ലെങ്കിൽ ഒരു 75 സീറ്റ് CPM നേടിയിരുന്നുവെങ്കിൽ ജനവികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം CPMന് നേർക്കില്ല, അല്ലെങ്കിൽ പിണറായി സർക്കാരിന് നേർക്കില്ല എന്ന് നിസ്സംശയം പറയാമായിരുന്നു. പക്ഷേ 36 സീറ്റ്, വളരെ ചുരുങ്ങിയ ഒരു സീറ്റ് ഇടതുപക്ഷം നേടിയപ്പോൾ അതിൽ ഒരു തെളിവിന്റെ ആവശ്യമില്ലാതെ, ഒരു സംശയമില്ലാതെ നമുക്ക് 100% തുറന്നു പറയാം, ജനവികാരം നല്ല രീതിയിൽ CPMനെതിരെ, അതായത് പിണറായി സർക്കാരിനെതിരെ, രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുവെന്ന്. അത് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, അതോടൊപ്പം തന്നെ ഭക്ഷ്യം, സപ്ലൈകോയിലടക്കം ആവശ്യ സാധനങ്ങൾ ഇല്ലാത്തത്, കറണ്ട്, വാട്ടർ ഉൾപ്പെടെയുള്ള, അവർക്ക് കുടിവെള്ളമില്ല ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ, ഏറ്റവും ചെറിയ കാര്യങ്ങളിലൊന്നും തന്നെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. കൂടാതെ പിണറായി വിജയന്റെ ധാർഷ്ട്യം, കൂടാതെ ഈ CPM ഈ പിൻവാതിൽ വഴി നിയമം നടത്തുന്നത്, മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു വൃത്തികെട്ട സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു വൃത്തികെട്ട പെരുമാറ്റ രീതി, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായി വോട്ട് കുത്താനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ധാർഷ്ട്യം അല്ലെങ്കിൽ ധിക്കാരം, ഇതെല്ലാം, ഈ അഹങ്കാരം, ഇതെല്ലാം കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പുതിയതായി ഒരു നേതാക്കന്മാരായി ജനങ്ങളെ സേവിക്കണം, അല്ലാതെ അഴിമതി കാണിച്ച് പോക്കറ്റ് വീർപ്പിക്കാനല്ല രാഷ്ട്രീയമെന്ന ഒരു ബോധോദയത്തോടു കൂടി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ കുറച്ച് സീറ്റെങ്കിലും കിട്ടും ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും CPM ഭരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായ ഒരു അവസ്ഥ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായത്. അതുകൊണ്ടാണ് ജനങ്ങൾ CPMനെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. പക്ഷേ കേരളത്തിൽ വൈകിയാണ് സംഭവിച്ചതെങ്കിലും അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്.